കർത്താവായ യേശുക്രിസ്തുവിന് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായമാണ്. അതിൽ പണവും വാളും കരുതുക. ഈ ഒരു വാക്യം വായിച്ചപ്പോൾ ആദ്യം അത്ഭുതപ്പെടുകയാണ് ചെയ്തത്. കാരണം കർത്താവ് യേശു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ, നിങ്ങൾ ആരെ ദ്രോഹിക്കരുത്, ഒരു ചെകിടത്തരത്തിന് മറ്റേ ചെകിട് കൂടി കാണിച്ചു കൊടുക്കുക എന്ന് പഠിപ്പിച്ച ക്രിസ്തു, നിങ്ങൾ വാളും പണവും കരുതുക എന്ന് ശിഷ്യന്മാരോട് പറയുന്നു. അപ്പോൾ അത് ഞാൻ വ്യക്തമായി വായിച്ചപ്പോൾ എനിക്ക് കാര്യം മനസ്സായി. യേശു ശിഷ്യന്മാരെ അയച്ചിരുന്നത് സ്നേഹിക്കാൻ പഠിപ്പിക്കുക, ദൈവരാജ്യം പ്രസംഗിക്കുക, അതുപോലെ തന്നെ രോഗികളെ സുഖപ്പെടുത്തുക, രോഗങ്ങൾ സുഖപ്പെടുത്തുക. ഈ യാത്രയുടെ അവസരത്തിൽ പോലും പണമോ മണിശീലയോ അപ്പമോ വടിയോ കരുതരുത് എന്ന് കൃത്യമായി യേശു ഉപദേശം കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഇത് പണവും വാളും കരുതുക എന്ന് പറഞ്ഞപ്പോൾ ആദ്യം നമ്മൾക്ക് മനസ്സിലൊരു ചിന്താഗതി, ഇതെങ്ങനെയാണ് ദൈവത്തിൻ്റെ സുവിശേഷമാകുക? അതിനെക്കുറിച്ച് വിശദമായി പഠിച്ചപ്പോഴാണ് മനസ്സാകുന്നത്, മുൻകാലങ്ങളിൽ എഴുതി വെച്ച വചനം പൂർത്തീകരിക്കേണ്ടതുണ്ട്. എന്താണത്? നിങ്ങൾ നിയമലംഘനങ്ങളോടുകൂടി യേശു ക്രിസ്തുവിനെ പിടിക്കപ്പെടണം എന്നുള്ള തിരുവെഴുത്ത് നിറവേറപ്പെടേണ്ടതുണ്ട്. അത് നിറവേറാൻ വേണ്ടി മാത്രമാണ്, അല്ലാണ്ട് ആരെയും കൊല്ലാനോ കൊലപ്പെടുത്താനോ അല്ല വാളും കരുതുക എന്ന് പറഞ്ഞത്. തിരുവെഴുത്ത് പൂർത്തീകരിക്കണം. മുൻപ് എഴുതപ്പെട്ടിരിക്കുന്ന വചനം പൂർത്തീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് നിയമലംഘനങ്ങളോടൊപ്പം ക്രിസ്തു പിടിക്കപ്പെടണം, എണ്ണപ്പെടണം എന്നുള്ള തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടി മാത്രമാണ്. ഈ വാൾ ഉപയോഗിച്ചാണ് യേശുവിൻ്റെ ശിഷ്യൻ പത്രോസ് ഒരു പടയാളിയുടെ ചെവി ഛേദിച്ചത്. അത് ഛേദിച്ചു, പക്ഷേ അത് യേശു തൊട്ട് സൗഖ്യമാക്കി. നമ്മൾ മനസ്സിലാക്കുക, ക്രിസ്തു ആരെയും കൊല്ലാനോ ദ്രോഹിക്കാനോ പഠിപ്പിക്കുന്നില്ല. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുവിൻ എന്നാണ് പറയുന്നത്. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.